ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഗിബ്ലി ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നതാണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. ഗിബ്ലി ഇമേജസ് എന്ന് പറയുന്നത് ജാപ്പനീസിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ആനിമേഷൻ കമ്പനിയായ സ്റ്റുഡിയോ ഗിബ്ലിയുടെ ഒരു ആനിമേഷൻ സ്റ്റൈലാണ് ഈ ഒരു ഗിബ്ലി സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇത് വളരെ അടിപൊളിയായിട്ട് ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെയുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആനിമേഷൻ സ്റ്റൈലാണ്. ഇതുകൊണ്ട് നിരവധി ആനിമേഷൻ സീരീസ് അവർ ചെയ്തിട്ടുണ്ട്. കുറച്ചെണ്ണമാണ് സ്പിരിറ്റഡ് അവേ, മൈ നെയ്ബർ ടൊട്ടോറോ, ഹൗൾസ് മൂവിങ് കാസിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലത്തെ കുറച്ച് ഐക്കോണിക് ഫിലിംസും നമുക്ക് ഈ ഒരു ഗിബ്ലി ഇമേജ് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത് ചെയ്യാനായിട്ട് ChatGPT യൂസ് ചെയ്യാവുന്നതാണ്. ChatGPTയിൽ ഫ്രീ ആയിട്ടുള്ള വേർഷനിൽ ഒരു ലിമിറ്റേഷനുണ്ട്. ഒരു ദിവസം 3 ഗിബ്ലി ഇമേജ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് ആ ഒരു ലിമിറ്റേഷൻ. ഇന്ന് നമുക്ക് വേറെ നിരവധി ടൂൾസ് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട്, ഈ ഒരു ഗിബ്ലി സ്റ്റൈലിലുള്ള ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ നിരവധി ടൂൾസും ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഗിബ്ലി ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ChatGPT ഓപ്പൺ ചെയ്യാം. ChatGPT ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിത് ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പം നമുക്ക് നമ്മുടെ ആ ഒരു ഗിബ്ലി ഇമേജ് ആക്കാനായിട്ടുള്ള ആ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കവിടെ മെസ്സേജ് ChatGPTയുടെ ക്രിയേറ്റ് ഗിബ്ലി ഇമേജ് എന്ന ഒരു പ്രോംപ്റ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സെൻഡ് ചെയ്യാം. ഇപ്പോൾ നമുക്കിതാ നമ്മുടെ മൊബൈലിൽ ആ ഒരു ഗിബ്ലി ഇമേജ്, ആ ഒരു ഗിബ്ലി ആർട്ടിലുള്ള ഗിബ്ലി ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലാപ്ടോപ്പിൽ ചെയ്യുമ്പോഴും മൊബൈലിൽ ചെയ്യുമ്പോഴും 2 റിസൾട്ടാണ് കിട്ടുന്നത് എന്നൊരു കാര്യമാണ്. ഇതിനുശേഷം ഞാൻ ലാപ്ടോപ്പിൽ എൻ്റെ ഈ ഒരു സെയിം ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ക്രിയേറ്റ് ഗിബ്ലി ഇമേജ് എന്ന് പറഞ്ഞപ്പം എനിക്ക് വന്ന മെസ്സേജ്, ഐ കാൻറ്റ് ഡയറക്ട്ലി മോഡിഫൈ ഓർ അനലൈസ് ദ ഇമേജ്, ബട്ട് ഒരു യെസ് പറയുകയാണെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. സോ ഞാൻ ഒരു യെസ് കൊടുത്തപ്പം എനിക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ഇമേജാണ് എനിക്ക് ലഭിച്ചത്. ഇനി നമുക്കിതാ ഈ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്കിതാ അവിടെ ഇമേജിനെ എഡിറ്റ് ചെയ്യണേലും ഡൗൺലോഡ് ചെയ്യണേലും അല്ലെങ്കിൽ പ്രോംപ്റ്റ് കിട്ടണമെന്നൊക്കെ ഉണ്ടെങ്കിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ChatGPT യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഗിബ്ലി ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈയിടെയായിട്ട്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട്. അതായത് ഡേറ്റയും പ്രൈവസിയും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈ ഒരു ഗിബ്ലി ഇമേജസിൻ്റെ ഈ ഒരു ട്രെൻഡിനെ മുതലെടുക്കാനായിട്ട് ഓപ്പൺ എഐയും ഗ്രോക്കും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ ഈ ഒരു പേഴ്സണൽ ഫോട്ടോ അവരുടെ മോഡൽസിനെ ട്രെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അപ്പം അതുപോലത്തെ കുറച്ച് വാർത്തകളും ഈയിടെയായിട്ട് വരുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alfin, signing out. Goodbye.